ലോർഡ് ജഗന്നാഥിൻ്റെ രഥയാത്ര പുറപ്പെടുന്ന ദിവസമാണ് 27 ജൂൺ 2025. ലോർഡ് ജഗന്നാഥ് ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു അവതാരമാണ് ജഗന്നാഥ്. ആൻഡ് ഈ ഒരു അമ്പലം പൂരി എന്ന സ്ഥലത്ത് ഒഡീസയിലാണ് ഉള്ളത്. സോ ഒഡീസയിൽ നിന്നാണ് ഇന്ന് ഒരു ദിവസം കൃഷ്ണൻ്റെ ഭാര്യമാർക്ക് കൃഷ്ണൻ്റെ ചെറുപ്പകാലത്തെ കഥകൾ അറിയണം എന്നുള്ള ഒരു മോഹം വന്നു. അതിനെ തുടർന്ന് കൃഷ്ണൻ്റെ മാതാവായ യശോദ മാതാവിനോട് ഇവർ കഥകളൊക്കെ പറയുവാനായിട്ട് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ കൃഷ്ണൻ കേൾക്കാതെ കഥ പറയണമായിരുന്നു. അതുകൊണ്ട് തന്നെ സുഭദ്ര കൃഷ്ണൻ്റെ സഹോദരിയെ കാവൽ നിൽക്കുവാനായി വാതിലിൻ്റെ പുറത്ത് നിർത്തിയിട്ട് യശോദ മാതാവ് കഥ പറയാൻ തുടങ്ങി. ഇവരെല്ലാം കൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ കുസൃതികളിലും കഥകളിലും ഒക്കെ ലയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണനും ബലരാമനും അവിടെ വന്നത് ഇവരാരും തന്നെ ശ്രദ്ധിച്ചില്ല. അവരും കഥയിൽ മുഴുകി അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ വൈഡായിട്ട് ഓപ്പണായി. ആ രൂപം കണ്ടുവന്ന നാരദമുനി ഈ രൂപത്തെ ശ്രീകൃഷ്ണൻ തൻ്റെ ഭക്തർക്ക് മുമ്പിൽ വരും കാലങ്ങളിൽ കാണിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് ജഗന്നാഥ് എന്ന രൂപം ഉണ്ടായത്. ജഗന്നാഥ് ഒറ്റയ്ക്കല്ല അവിടെ ഇരിക്കുന്നത്. തൻ്റെ സഹോദരന്മാരായ ബലരാമനും സുഭദ്രയുടെയും കൂടെയാണ് ആ ഒരു അമ്പലത്തിൽ ഇരിക്കുന്നത്. ഇവർ മൂവരെയും തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ കഥ എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഒഡീസ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിന് അമ്പലത്തിലേക്ക് വെക്കുവാനായിട്ട് ഒരു വിഗ്രഹം നിർമ്മിക്കണമായിരുന്നു. അങ്ങനെ ആ ആഗ്രഹത്താൽ അയാൾ കിടന്നുറങ്ങി. രാജാവ് സ്വപ്നത്തിൽ ശ്രീകൃഷ്ണനെ കണ്ടു. ശ്രീകൃഷ്ണൻ രാജാവിനോട് ആവശ്യപ്പെട്ടതോ ഒരു തടി, ആ ഒരു മരവും സ്വപ്നത്തിൽ തന്നെ കാണിച്ചു കൊടുത്തു. ആ മരത്തിൽ നിന്ന് തന്നെ തൻ്റെ വിഗ്രഹമുണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതേപ്രകാരം രാജാവും അത് കേട്ടു. രാജാവ് അതേ ദിവസം തന്നെ പോയി ആ മരം മുറിച്ച് അതിൻ്റെ തടി കൊണ്ടുവന്നു. പക്ഷേ എത്ര കണ്ടിട്ടും ശില്പി ഉണ്ടാക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് എങ്ങനെ കൃഷ്ണൻ്റെ രൂപം ഉണ്ടാക്കണം എന്നറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഏറ്റവും അവസാനം ഒരു വൃദ്ധനായ മുത്തശ്ശൻ വന്ന് ഞാൻ ഉണ്ടാക്കിക്കോളാം, പക്ഷേ ഞാൻ ഈ ശില്പി നിർമ്മിക്കുന്നതുവരെ ഞാൻ ഇത് ഉണ്ടാക്കാനിരിക്കുന്ന മുറിയിൽ കതവ് തുറക്കുകയോ കൊട്ടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടു. അതേപ്രകാരം രാജാവ് അത് കേട്ടു. അങ്ങനെ ഇവർക്ക് ഇത് നിർമ്മിക്കുമ്പോഴെല്ലാം ഈ ശബ്ദം കേൾക്കാമായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ശബ്ദം കുറഞ്ഞു വന്നു. അങ്ങനെ രാജാവിൻ്റെ പത്നിക്ക് വിഷമം തോന്നിത്തുടങ്ങി. ഭയങ്കര ആകുലതയായിരുന്നു. അതിനുണ്ടായ കാരണം ആ വൃദ്ധ മുത്തശ്ശന് എന്തെങ്കിലും പറ്റിയോ, അതോ ഭക്ഷണം കഴിക്കാതെ എന്തെങ്കിലും പറ്റിയോ എന്നുള്ള ഒരു ആകുലതയായിരുന്നു. അവസാനം രാജാവും രാജാവിൻ്റെ ഭാര്യയും ആ കവാടം തുറക്കാനായി തീരുമാനിച്ചു. കവാടം തുറന്നപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ജഗന്നാഥ് എന്ന ആ ഒരു തടി കൊണ്ടുണ്ടാക്കിയ രൂപത്തിനെ കണ്ട് അവരെല്ലാം അതിശയിച്ചു. പക്ഷേ ആ വൃദ്ധനെ അവിടെ എവിടെയും കാണാനില്ലായിരുന്നു. അപ്പോഴാണ് അവർക്ക് ആ സത്യം മനസ്സിലായത്, അത് ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു എന്ന്. അപ്പോൾ മുതൽ ലോർഡ് ജഗന്നാഥിൻ്റെ ആ ഒരു രൂപമാണ് ഒഡീസയിലെ ഭക്തർ പൂജിക്കുന്നത്. ലോർഡ് ജഗന്നാഥ് രഥയാത്രയ്ക്ക് മുമ്പ് 12 ദിവസം അസുഖം ബാധിച്ച് കിടക്കാറുണ്ടെന്നാണ് കേട്ടുകേൾവി. എല്ലാ വർഷവും അവിടുത്തെ പൂജാരിയുടെ സ്വപ്നത്തിൽ വരും. എന്നിട്ട് ഏത് മരം മുറിക്കണം എന്ന് അവർ കാണും. അപ്പോഴാണ് ഈ ഒരു മരം വെട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ 3 ശില്പികൾ നിർമ്മിക്കുന്നത്. തൻ്റെ ഭക്തരെ അതിയായി സ്നേഹിക്കുന്ന ഒരാളാണ് ലോർഡ് ജഗന്നാഥ് എന്ന് പറയുന്നത്. ഈ അമ്പലത്തിൽ മറ്റു ചില പ്രത്യേകതകളുമുണ്ട്. ഇവിടെ സയൻസ് എന്ന് പറയുന്നൊരു കാര്യമേ വർക്കാവില്ല. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.